ഹായ് ഓൾ. ഫസ്റ്റ് തന്നെ ഞാനൊരു കാര്യം പറയാണ്. നമ്മളെ വീഡിയോക്ക് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാവും കേട്ടോ. കാരണം കാറ്റും മഴയൊക്കെ ആണല്ലോ. അപ്പോൾ കറണ്ട് ഇല്ല. ഉച്ച മുതലേ ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ കറണ്ട് ഇതുവരെ ആയിട്ടും വന്നിട്ടില്ല. ഇപ്പം രാത്രി ആയിട്ടുണ്ട്. അപ്പം കറണ്ട് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ വീഡിയോ എടുക്കാം. ഉള്ള ലൈറ്റ് വെച്ചിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അന്നേരം വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് ഉള്ള ലൈറ്റ് വെച്ചിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള എംബ്രോയിഡറി സ്റ്റിച്ചസ് ആണ്. നമുക്ക് ബോർഡർ ആയിട്ടും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന, നമ്മുടെ സാരീസിലാണെങ്കിലും ഷോളിലാണെങ്കിലും ഒക്കെ ബോർഡർ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള 2 സ്റ്റിച്ചസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഹെറിംഗ് ബോൺ സ്റ്റിച്ചും അതുപോലെ തന്നെ ക്ലോസ്ഡ് ഹെറിംഗ് ബോൺ സ്റ്റിച്ചും. ഈ ഒരു 2 സ്റ്റിച്ചും ഏകദേശം ഒരുപോലെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ചെറിയ ഡിഫറൻസ് ഒക്കെ ഉണ്ട് ചെയ്യുന്ന കാര്യത്തിൽ. അപ്പോൾ അത് എന്തൊക്കെയാണ് എന്നൊക്കെയുള്ളത് നമുക്ക് നോക്കാം. ഈ ഒരു ഹെറിംഗ് ബോൺ സ്റ്റിച്ചും ക്ലോസ്ഡ് ഹെറിംഗ് ബോൺ സ്റ്റിച്ചും എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ആണ്. അതായത് നമ്മൾ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ബേസിക്സ് മുതൽ തിയറി ക്ലാസ്സസ് മുതൽ തന്നെ നമ്മൾ ഓരോ എപ്പിസോഡ്സ് ആയിട്ടും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇറ്റ്സ് മീ ഫർഹാന ഷിഹാബ്. വെൽക്കം ടു ലിറിയ ഫാഷൻസ്. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇന്ന് ഹെറിംഗ് ബോൺ സ്റ്റിച്ചും ക്ലോസ്ഡ് ഹെറിംഗ് ബോൺ സ്റ്റിച്ചും ആണ് ചെയ്യുന്നത് എന്നുള്ളത്. നമുക്ക് ബോർഡറൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റിയ 2 സ്റ്റിച്ചസ് ആണ് ഈ ഒരു ഹെറിംഗ് ബോൺ സ്റ്റിച്ചും ക്ലോസ്ഡ് ഹെറിംഗ് ബോൺ സ്റ്റിച്ചും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മുടെ ഹെറിംഗ് ബോൺ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ ലൈൻസ് വരയ്ക്കാൻ വേണ്ടിയിട്ട് സ്കെയില്, പെൻസില് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഹെറിംഗ് ബോൺ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്തല്ലോ, ഇതുപോലെ 2 ലൈൻസ് ആണ് വേണ്ടത്. അപ്പം ഞാൻ വരയ്ക്കുന്നുണ്ട്. രണ്ട് ലൈൻസ് ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഹെറിംഗ് ബോൺ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു 2 ലൈൻസിൽ നമ്മൾ ഹെറിംഗ് ബോൺ സ്റ്റിച്ച് ചെയ്യും. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യുക ക്ലോസ്ഡ് ഹെറിംഗ് ബോൺ സ്റ്റിച്ചാണ്. അതും ഹെറിംഗ് ബോൺ സ്റ്റിച്ച് പോലെ തന്നെയാണ്, പക്ഷെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. കാണാൻ കുറച്ചുകൂടി ഒരു ഭംഗിയായിട്ട് എനിക്ക് തോന്നിയത് ക്ലോസ്ഡ് ഹെറിംഗ് ബോൺ ആണ് കേട്ടോ. ഹെറിംഗ് ബോൺ സ്റ്റിച്ചിനേക്കാൾ ഒന്നുകൂടി ഭംഗി തോന്നിയത് എനിക്ക് ക്ലോസ്ഡ് ഹെറിംഗ് ബോൺ ആണ്. രണ്ടും ഒരുപോലെ തന്നെയാണ് ചെയ്യുക, പക്ഷെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് എന്ന് മാത്രം. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ക്ലോസ്ഡ് ഹെറിംഗ് ബോൺ ചെയ്യാൻ വേണ്ടിയിട്ടും 2 ലൈൻസ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ എംബ്രോയ്ഡറി ഹൂപ്പിലോട്ട് നമ്മുടെ ക്ലോത്ത് വയ്ക്കാം. ഓക്കെ, നമ്മൾ ഹൂപ്പിലോട്ട് ക്ലോത്ത് വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഓൾറെഡി നമ്മുടെ നീഡിൽ ത്രെഡ് കോർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു സൈഡാണ് ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളത്. നമ്മളെപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ഒരു സൈഡാണ് നോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഹെറിംഗ് ബോൺ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് നമ്മുടെ താഴത്തെ ലൈൻ ഉണ്ടല്ലോ, ഈ ഒരു താഴത്തെ ലൈനിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് നമ്മുടെ നീഡിൽ ഇതുപോലെ പുറത്തെടുക്കുകയാണ്. മുകളിൽ നിന്നല്ല, താഴത്തെ ലൈനിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് നീഡിൽ ഇതുപോലെ പുറത്തെടുത്തു. അതിനുശേഷം മുകളിലത്തെ ലൈൻ ഉണ്ടല്ലോ, ഈ ഒരു മുകളിലത്തെ ലൈനിൻ്റെ കുറച്ചിപ്പുറത്തൊന്നുമായിട്ട്, അതായത് നമ്മൾ താഴത്തെ ലൈൻ സ്റ്റാർട്ട് ചെയ്തല്ലോ അതിൻ്റെ നേരെ മുകളിൽ നിന്നല്ല, അതിൻ്റെ കുറച്ചിപ്പുറത്തൊന്നുമായിട്ട് നീഡിൽ ഇതുപോലെ താഴോട്ട് ഇറക്കുകയാണ്. എന്നിട്ട് ഇപ്പുറത്തൂടെ ഇങ്ങനെ എടുക്കുകയാണ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്.
നമ്മുടെ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു പോയിൻറ്റിൻ്റെ നേരെ മുകളിൽ നിന്നല്ല, അതിൻ്റെ കുറച്ച് ഇപ്പുറത്തു നിന്നുമായിട്ട് നീഡിൽ ഇതുപോലെ താഴത്തോട്ട് ഇറക്കി കുറച്ച് ഇപ്പുറത്തു നിന്നുമായിട്ട് മുകളിലേക്കിട്ട് വലിക്കുകയാണ്. ഇനി നമ്മുടെ ത്രെഡ് കംപ്ലീറ്റ് ആയിട്ടും പുറത്തോട്ട് വലിക്കാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുക, താഴത്തെ ലൈനിൽ നിന്ന് ഒരു ക്രോസ് ആയിട്ട് വരുന്ന രീതിയിലാണ് കേട്ടോ ഹെറിംഗ് ബോൺ സ്റ്റിച്ച് ഉണ്ടാവുക. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് ഈ ഒരു നമ്മൾ നീഡിൽ താഴത്തോട്ട് ഇറക്കിയ ആ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, അതേ പോയിൻറ്റിന് നേരെ താഴെയല്ല, അതിൻ്റെ കുറച്ച് പുറത്തുനിന്നായിട്ട് നീഡിൽ ഇതുപോലെ താഴോട്ട് ഇറക്കി നമ്മൾ നേരത്തെ ചെയ്ത പോലെ പുറത്തുനിന്ന് മുകളിലോട്ട് എടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ത്രെഡ് കംപ്ലീറ്റ് ആയിട്ടും പുറത്തോട്ട് വലിക്കാം. ഓക്കെ, ത്രെഡ് കംപ്ലീറ്റ് ആയിട്ടും പുറത്തോട്ട് വലിച്ചിട്ടുണ്ട്. ഇനി ഇതേ പ്രോസസ്സ് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാം. ഇനി മുകളിലത്തെ ലൈനിൽ കുറച്ച് പുറത്തുനിന്നായിട്ട് നീഡിൽ താഴത്തോട്ട് ഇറക്കി എന്നിട്ട് പുറത്തുനിന്ന് എടുക്കുകയാണ്. നമുക്ക് ഔട്ട്ലൈനിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും ഹെറിംഗ് ബോൺ സ്റ്റിച്ചസ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ ബോർഡേഴ്സൊക്കെ ഉണ്ടല്ലോ, അതുപോലെയുള്ള ബോർഡറും കാര്യങ്ങളും, സാരി ബോർഡർ അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും ഹെറിംഗ് ബോൺ സ്റ്റിച്ചസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് തന്നെ കാണുന്നുണ്ടല്ലോ, ഒരു ക്രോസ് വൈസ് ആയിട്ട് വന്നിട്ടാണ് ഈ ഒരു ഹെറിംഗ് ബോൺ സ്റ്റിച്ച് ഉള്ളത്. അപ്പം നമുക്ക് ബോർഡറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ടാവും. അപ്പം ഇന്ന് നമ്മുടെ വീഡിയോക്ക് ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ടാവും കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, നമുക്ക് മഴയും കാറ്റൊക്കെ ആയിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് കറണ്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പം ഞാൻ ഉച്ച മുതലേ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. പക്ഷേ കറണ്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴും കറണ്ട് വന്നിട്ടില്ല. ഇപ്പം ഞാൻ റിംഗ് ലൈറ്റൊന്നും ഇല്ലാണ്ട് വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ലൈറ്റിങ്ങിലുള്ള ചെറിയ പ്രശ്നം ഉണ്ടാവും കേട്ടോ. ഓക്കെ, നമ്മൾ ഹെറിംഗ് ബോൺ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ, നമ്മുടെ ഹെറിംഗ് ബോൺ സ്റ്റിച്ച് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തോടെ ഈ നീഡിൽ കംപ്ലീറ്റ് ആയിട്ടും വലിക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ സ്ഥിരം ചെയ്യുന്നത് പോലെ തന്നെ നോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ മുകളിലത്തെ ആ ഒരു സ്റ്റിച്ചിലാണ് നോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഹെറിംഗ് ബോൺ സ്റ്റിച്ചിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ 2 ലൈനിലായിട്ട് നമ്മൾ പഠിച്ചേക്കുന്ന റണ്ണിങ് സ്റ്റിച്ച് വന്നതുപോലെയാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പം ഞാൻ നോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഹെറിംഗ് ബോൺ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഒരു അടിപൊളിയായിട്ടുള്ള സ്റ്റിച്ചാണ്. നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ബോർഡറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സ്റ്റിച്ചാണ് ഈ ഒരു ഹെറിംഗ് ബോൺ സ്റ്റിച്ച് എന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് കുറച്ചുകൂടി കൂടുതലായിട്ടും ഇഷ്ടപ്പെട്ടത് ക്ലോസ്ഡ് ഹെറിംഗ് ബോൺ സ്റ്റിച്ചാണ്. അത് കാണാൻ കുറച്ചുകൂടി ഒരു ഭംഗിയുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലോസ്ഡ് ഹെറിംഗ് ബോൺ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മൾ സ്റ്റാർട്ടിങ് രണ്ടാമത്തെ ലൈനിൽ നിന്ന് നമ്മൾ വരച്ചിട്ടുണ്ടല്ലോ 2 ലൈൻസ്, അതിൽ രണ്ടാമത്തെ ലൈനിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻറ്റിലൂടെ നീഡിൽ ഇതുപോലെ പുറത്തോട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ കുറച്ച് പുറത്തുനിന്ന് ഫസ്റ്റത്തെ ലൈനിൻ്റെ കുറച്ച് പുറത്തുനിന്നായിട്ട് നീഡിൽ താഴത്തോട്ട് ഇറക്കുക. എന്നിട്ട് കുറച്ച് പുറത്തുനിന്ന് മുകളിലോട്ട് വലിക്കുക. ഓക്കെ, പക്ഷേ നമ്മൾ ക്ലോസ്ഡ് ഹെറിംഗ് ബോൺ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഗ്യാപ്പ് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് അടുപ്പിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം നമ്മൾ ത്രെഡ് കംപ്ലീറ്റ് വലിച്ചെടുക്കുക. അതിനുശേഷം ഇതുപോലെ താഴോട്ടും ചെയ്യാം. നമ്മൾ ഹെറിംഗ് ബോൺ ചെയ്തതുപോലെ തന്നെയാണ്
പക്ഷെ അതിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് എന്ന് മാത്രം. ഓക്കെ, താഴോട്ടും ചെയ്തു. ഇനിയാണ് നമുക്ക് ഡിഫറൻസ് വരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ നോർമൽ ഹെറിംഗ് ബോൺ ചെയ്തപ്പം ഇവിടുന്ന് ഇങ്ങനെ വന്ന് ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ എടുക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇനി നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ വന്ന് നമ്മൾ ഇതുപോലെ വന്നതിന് ശേഷം ഈ ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ, നമ്മുടെ ഈ ഒരു പോയിന്റ്, നമ്മൾ നീഡിൽ ഫസ്റ്റ് താഴത്തോടെ ഇറക്കിയ ആ ഒരു പോയിന്റിലൂടെയാണ് നീഡിൽ പുറത്തോട്ട് എടുക്കുന്നത്. ഓക്കെ, ഇങ്ങനെ വന്നിട്ട് ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ താഴെ നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്. താഴെ കുറച്ച് പുറത്തുനിന്നായിട്ട് നീഡിൽ താഴോട്ട് ഇറക്കി അതിനുശേഷം ഈ ഒരു പോയിന്റിലൂടെയാണ് നമ്മൾ നീഡിൽ പുറത്തിറക്കുന്നത്. ഓക്കെ, എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ടും ത്രെഡ് വലിച്ചെടുക്കുക. പിന്നീട് നമ്മൾ ഇവിടുന്ന് നീഡിൽ താഴോട്ട് ഇറക്കുന്നു. അതിനുശേഷം തൊട്ടുപുറത്തുള്ള ആ ഒരു പോയിന്റിലൂടെ നീഡിൽ പുറത്തോട്ട് എടുക്കുന്നു. അപ്പോൾ നമ്മൾ ഹെറിംഗ് ബോൺ ചെയ്യുന്നത് പോലെ തന്നെയാണ് ക്ലോസ്ഡ് ഹെറിംഗ് ബോൺ ചെയ്യേണ്ടത്. പക്ഷേ നമ്മുടെ ആ ഒരു നീഡിൽ പുറത്തോട്ട് എടുക്കുന്ന ആ ഒരു പൊസിഷനിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് എന്ന് മാത്രം. ഓക്കെ, നമ്മൾ തൊട്ടടുത്ത ആ ഒരു സ്റ്റിച്ചിൻ്റെ ആ ഒരു പോയിന്റിലൂടെയാണ് നമ്മൾ നീഡിൽ പുറത്തോട്ട് എടുക്കുന്നത് ക്ലോസ്ഡ് ഹെറിംഗ് ബോൺ ചെയ്യുമ്പോൾ. അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ക്ലോസ്ഡ് ഹെറിംഗ് ബോൺ നമുക്ക് അടിപൊളിയായിട്ട് ഒരു ബോർഡറിലൊക്കെ ചെയ്യാം. എനിക്ക് പേഴ്സണലി കൂടുതൽ ഇഷ്ടപ്പെട്ടത് ക്ലോസ്ഡ് ഹെറിംഗ് ബോൺ ആണ്. ഹെറിംഗ് ബോൺ സ്റ്റിച്ചിനേക്കാൾ കൂടുതൽ ഭംഗിയുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട് ക്ലോസ്ഡ് ഹെറിംഗ് ബോൺ സ്റ്റിച്ചിനാണെന്നുള്ളത്. നമ്മൾ ബോർഡറൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുക ക്ലോസ്ഡ് ഹെറിംഗ് ബോണിലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏത് സ്റ്റിച്ചാണ് ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് കമൻറ്റിലൊന്ന് പറയണം കേട്ടോ. അപ്പം നമ്മൾ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു ലൈന് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മൾ ക്ലോസ്ഡ് ഹെറിംഗ് ബോൺ ഇവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഹെറിംഗ് ബോൺ ചെയ്യുന്ന അതേപോലെ തന്നെയാണ് ക്ലോസ്ഡ് ഹെറിംഗ് ബോൺ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ നീഡിൽ പുറത്തെടുക്കുന്ന ആ ഒരു പൊസിഷനിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് എന്ന് മാത്രം, അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് നമ്മുടെ ക്ലോസ്ഡ് ഹെറിംഗ് ബോണും ഇവിടെ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്ലോസ്ഡ് ഹെറിംഗ് ബോണിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് 2 ലൈനിലായിട്ട് ബാക്ക് സ്റ്റിച്ച് വന്നതുപോലെയാണ്. നമ്മൾ നോർമൽ ഹെറിംഗ് ബോണിൻ്റെതാണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് വന്നതുപോലെയാണ്, 2 ലൈൻസിൽ റണ്ണിങ് സ്റ്റിച്ച് വന്നതുപോലെയാണ്. എന്നാൽ ക്ലോസ്ഡ് ഹെറിംഗ് ബോണിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ലൈൻസിൽ ബാക്ക് സ്റ്റിച്ച് വന്നതുപോലെയാണ് ബാക്ക് സൈഡ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ നോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ത്രെഡ് കട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഹെറിംഗ് ബോണും ക്ലോസ്ഡ് ഹെറിംഗ് ബോണും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഹെറിംഗ് ബോണിനേക്കാൾ കുറച്ച് കൂടുതൽ ടൈം നമുക്ക് ഈ ഒരു ക്ലോസ്ഡ് ഹെറിംഗ് ബോൺ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ട് വരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഹെറിംഗ് ബോണിനേക്കാൾ കുറച്ചുകൂടി കാണാൻ ഭംഗിയുള്ളത് ക്ലോസ്ഡ് ഹെറിംഗ് ബോണാണ്. അപ്പോൾ നമുക്ക് ബോർഡേഴ്സിലും ഒക്കെ ഷോളിൻ്റെ ആണെങ്കിലും അല്ല സാരിയുടെ അങ്ങനെയൊക്കെ ബോർഡേഴ്സിലൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ സ്റ്റിച്ചസാണ് ഇത് രണ്ടും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക.
അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ഹെറിംഗ് സ്റ്റിച്ചും ക്ലോസ്ഡ് ഹെറിംഗ് സ്റ്റിച്ചും അടിപൊളിയായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക. അപ്പം നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമുക്ക് ഏതൊരു സ്കില്ലും ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യമായിട്ടുള്ള സംഭവമാണ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ നോർമലായിട്ട് ഡെയിലി വെയറിലൊക്കെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. പുതിയതിലൊന്നും ആരും ഇപ്പം തന്നെ പോയി ചെയ്യാൻ നോക്കണ്ട, നിങ്ങളൊരു ബിഗിനർ ആണ് എന്നുണ്ടെങ്കിൽ. അപ്പം പുതിയ ഡ്രസ്സിലൊന്നും ചെയ്ത് നോക്കണ്ട. നമ്മൾ ഡെയിലി വെയർ ആയിട്ട് സാധാരണയായിട്ട് ഇടുന്ന ഡ്രസ്സസൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഡ്രസ്സസിലൊക്കെ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇനിയും ചെയ്ത് നോക്കാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് കൂടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഡ്രസ്സസിൽ കുട്ടികളുടെ ഡ്രസ്സസൊക്കെ ഉണ്ടാവുമല്ലോ, അതിലൊക്കെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിലും ഒക്കെ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടാകും. അപ്പോൾ അവർക്കൊക്കെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങളുടെ കമൻസ് എന്ന് പറയുന്നത് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ നിങ്ങൾ നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.